നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പെർമനന്റ് വേക്കൻസിയാണ്. ഇതിലേക്ക് സാലറി ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് കാണാം. സ്റ്റാർട്ടിംഗ് സാലറി 72,040 രൂപ നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടതിനെ കുറിച്ചിട്ടും അതോടൊപ്പം എങ്ങനെയാണ് ഇതിലേക്കുള്ള എക്സാം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പറാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. 8301948752 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അതിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു തരാണ്. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സർവീസ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്ക് എനേബിൾ ചെയ്ത് വെക്കുക. റീസെൻ്റായിട്ട് നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ട് അതിൻ്റെ ഹോം പേജ് അല്ലാതെ അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വീഡിയോസ് ഉള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡേറ്റ് വൈസ് ആയിട്ട് കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയി ചെയ്ത് ഏറ്റവും ഫസ്റ്റ് നിൽക്കും. പിന്നെ അതിനുശേഷം അങ്ങനെയാണ് കാണുക. അപ്പോൾ അങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ഇവിടെ വെച്ച് കാണാം. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏതൊക്കെയാണ് വേക്കൻസി എന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ അതല്ല, ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ജിയോസിയ ലെജുലാൻഡ് ടൈപ്പ് ചെയ്താൽ മതി. നമ്മുടെ വെബ്സൈറ്റ് ആണ്. നമ്മുടെ വെബ്സൈറ്റിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോ ഫോൾഡർ വൈസ് ആയിട്ട് ഓരോ കോളം വൈസ് ആയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേരള ജോബ്, സെൻട്രൽ ഗവൺമെൻറ് ലേറ്റസ്റ്റ് ജോബ്സ്, അതുപോലെ ഡിഫൻസ്, റെയിൽവേ, അഡ്മിറ്റ് കാർഡ്, ഇങ്ങനെ എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ റീസൈസ് ചെയ്യാനും അങ്ങനെയുള്ള ഈസി ടൂൾസിലുണ്ട്. നിങ്ങളെ SSLC പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആദ്യം വരുന്നവർക്ക്, ആദ്യം അറിയാത്തവർക്ക് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയാണ്, ബാക്കിയുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നോട്ടിഫിക്കേഷനിലേക്ക് വരാം. നമുക്ക് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൺലൈനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ബി എന്ന് പറയുന്ന നോൺ ഗസറ്റഡ് പോസ്റ്റാണ്. ഇതിൽ നിങ്ങൾക്ക് ബേസിക് പേ ഇന്ന് 30,400 അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന മറ്റ് അലവൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വെച്ചിട്ട് ഏകദേശം നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് മന്ത്ലി 72,040 രൂപയാണ് നമുക്ക് ലഭിക്കുക. ഇനി ഇതിലേക്ക് വേക്കൻസി നിലവിൽ വിളിച്ചിരിക്കുന്നത് 241 വേക്കൻസിയിലേക്കാണ്. ഇവിടെ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് അത് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേക്കൻസിയുടെ എണ്ണം നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ്. എനി ഗ്രാജുവേഷനാണ്, എനി ഡിഗ്രിയാണ്. അത് പ്രൊഫഷണൽ ആയിക്കോട്ടെ നോൺ പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങൾ ആരെങ്കിലും മാക്സിമം അതിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കമ്പ്യൂട്ടറിലുള്ള ടൈപ്പിംഗ് സ്പീഡാണ് വേണ്ടത് കേട്ടോ. നമുക്ക് കമ്പ്യൂട്ടറിലുള്ള ടൈപ്പിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് നിലവിൽ എന്താണ് സ്പീഡൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന സംഭവമാണ്. ടൈപ്പിംഗ് സെൻറ്ററിൽ പോയിട്ട് അത് പഠിക്കാവുന്ന സംഭവമാണ്. അതിന് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് എന്താണ് ഗ്രാജുവേഷൻ മതി. പിന്നെ ഈ പറയുന്ന ടൈപ്പിംഗ് സ്പീഡ് എന്ത് ചെയ്യും, ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് അവർ ചെക്ക് ചെയ്യും. ആ സമയത്താണ് നമുക്ക് പ്രശ്നം വരിക. ആ സമയത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകം അത് എഫേർട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളത് ഫെയിൽ ഔട്ടോ. അതായത് ആദ്യം തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് അല്ല, ആദ്യം തന്നെ എക്സാം ഉണ്ടാകുക. അതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ടൈപ്പിംഗ് ടെസ്റ്റ് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അതിന് ഈ പറയുന്ന ഔട്ടാവും. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം മാത്രമാണ്. ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ. ഈ പറയുന്ന ടൈപ്പിംഗ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് വേണമെന്നുള്ളതാണ്. കമ്പ്യൂട്ടറിലുള്ള ഒരു ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിന് സ്കിൽ ടെസ്റ്റ്, അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ടെസ്റ്റ് നമ്മൾ പാസ്സാവണം. അത് നമുക്ക് ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അത് പഠിച്ച് നിങ്ങളത് ക്ലിയർ ചെയ്താൽ മതി എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബേസിക് ആയുള്ള നോളജ് ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, അതിനൊന്നും നമുക്ക് സെഡിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സെഡിക്കേണ്ട ആവശ്യം എന്താണ്, നിങ്ങൾ ഗ്രാജുവേറ്റ് ആണോ എന്ന് തെളിയിക്കുന്നതിന് മാത്രം മതി എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ ഏജ് റിക്വയർമെൻ്റ് ആണ്. മിനിമം ഏജ് 18, മാക്സിമം 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് കണക്കാക്കുന്ന തീയതിയാണ് 8/3/2025 മിനിമം 18 കഴിഞ്ഞിരിക്കണം, മാക്സിമം 30 കഴിയാനും പാടില്ല. ഇതിൻ്റെ ഇടയിലുള്ളവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, അതായത് നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെയും, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെയും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെയും, എക്സ് സർവീസ്മെൻ ഒക്കെ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. കൂടെ കാണാൻ 100 ക്വസ്റ്റ്യൻ. അതിൽ 50 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ജനറൽ ഇംഗ്ലീഷ് ആണ് വരിക. അതിൽ തന്നെ കംപ്രൻഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 25 ക്വസ്റ്റ്യൻ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ വീണ്ടും ഒരു 25 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് നമുക്ക് ജനറൽ നോളജും വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 2 മണിക്കൂർ ടൈം ഡ്യൂറേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന
ഓൺലൈൻ എക്സാമിനേഷൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്ന മറ്റൊരു ടെസ്റ്റാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്. അതായത് കമ്പ്യൂട്ടർ നോളജിൻ്റെ ടെസ്റ്റാണ് പിന്നെ നോക്കുക. അതിന് 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതാണ് നിങ്ങൾക്ക് ശരിക്കും ഒന്നാമത്തെ ഗെറ്റായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഈ പറയുന്ന ടൈപ്പിംഗ് ടെസ്റ്റാണ്. അപ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് ഓക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടൺ ടെസ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് എന്താണ് ഈ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക കേട്ടോ. അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഘട്ടം നിങ്ങൾക്ക് ഈ പറയുന്ന 1, 2 ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ 100 മാർക്ക് പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എത്ര നോളജ് എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് 25 ക്വസ്റ്റ്യൻ. ഇങ്ങനെ ടോട്ടൽ 125 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ 2 സെക്ഷനായിട്ടാണ് നടക്കാൻ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യം നിങ്ങൾക്ക് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഞാൻ അതിൻ്റെ കൂടെ തന്നെ സെയിം ടൈം നടത്തുമോ എന്നുള്ളത് അറിയില്ല, അതിനെക്കുറിച്ചിട്ട് അവർ പറയുന്നില്ല. അപ്പോൾ ഈ 2 ഘട്ടം ഈ 2 ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടാണ് 3ാമത്തെ ഘട്ടത്തിലേക്കും പിന്നെ 4ാമത്തെ ഘട്ടത്തിലേക്കും നിങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ടൈപ്പിംഗ് ടെസ്റ്റാണ്. അപ്പോൾ ഈ സമയത്തേക്ക് നിങ്ങൾ കമ്പ്യൂട്ടറിൽ 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്നുള്ളതാണ്. കൂടുതൽ മാർക്കൊന്നും വേണ്ട, ജസ്റ്റ് നമ്മളത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവിടെ 10 മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് 4ാമത്തെ ടെസ്റ്റ് അത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റാണ്. ഈ പറയുന്ന കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള എസ്സേ റൈറ്റിങ്ങും അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കോംപ്രിഹെൻഷൻ പാസേജ് അങ്ങനെയുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അതിൻ്റെ അബ്സ്ട്രാക്ട് ചെയ്താൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ് ഉണ്ടാകുക, ഒബ്ജക്റ്റീവ് അല്ല. അങ്ങനെ ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് അതിന് ടൈം ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഈ 2 ഘട്ടം നമ്മൾ ജസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 3, 4 നമുക്ക് അതിന് ശേഷം വരുന്നതായിരിക്കും. അത് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടൺ ടെസ്റ്റും ഈ പറയുന്ന കമ്പ്യൂട്ടർ നോളജ് ഒക്കെ ചെയ്യാനുള്ള ടെസ്റ്റും കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ടൈപ്പിംഗ് ടെസ്റ്റിലേക്കും നമ്മുടെ ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിലേക്കും നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി ഈ ടൈപ്പിംഗ് ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും നമ്മൾ ക്വാളിഫൈ ചെയ്താൽ അടുത്തൊരു ഘട്ടമുണ്ട്, നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. ഈ പോസ്റ്റിന് നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒക്കെ നമ്മൾ മിനിമം ഒരു മാർക്ക് ക്വാളിഫൈ ചെയ്യാന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ടെസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് 128ഓളം ടെസ്റ്റ് സെൻറ്റർ നമുക്ക് കേരളത്തിൽ ഏത് ജില്ലകളിലായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ഇനി ഇതിലേക്ക് നമുക്ക് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. ഈ പറയുന്ന ജനറൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ 1000 രൂപയാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈനായിട്ട് തന്നെയാണ്. എന്നാൽ SC ST എക്സ് സർവീസ്മാൻ അതുപോലെ ഈ PWBD കാൻഡിഡേറ്റ്സ് അതുപോലെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 280 രൂപ കൊടുത്താൽ മതി കേട്ടോ. ഫീ അടിക്കാൻ നിങ്ങൾ വെറും 280 രൂപ അടിച്ചാൽ മതി. ബാക്കിയുള്ള 1000 രൂപ അടയ്ക്കണം. ഇനി ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫെബ്രുവരി 5 മുതൽ നിങ്ങൾക്ക് മാർച്ച് 8 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കാൻഡ് കോപ്പീസ് കുറച്ച് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. 1 ഫോട്ടോഗ്രാഫാണ്, 2 സിഗ്നേച്ചറാണ്, പിന്നെ 3 നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ SSLC സർട്ടിഫിക്കറ്റ്, കാറ്റഗറി SC ST OBC ഒക്കെ ആണെങ്കിൽ ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരിക. പിന്നെ ഇനി ഇത് എക്സാം സെൻ്ററാണ്. നിങ്ങൾക്കിവിടെ കാണാം എക്സാം സെൻറ്റർ നമ്മുടെ കേരളത്തിൻ്റെ കാണിക്കാം. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം കേരളത്തിൽ നിങ്ങൾക്ക് കാണാം എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഇത്രയും സെൻറ്റർ നമുക്ക് കേരളത്തിലുണ്ട്. ഇനി നിങ്ങൾക്ക് തമിഴ്നാടോ കർണാടകയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓരോ സ്റ്റേറ്റ് വൈസ് ലിസ്റ്റോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കാണ് വരെ നിങ്ങൾക്ക് കാണാം. SCI എന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നതാണ്. ജൂനിയർ കോർട്ട് അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ് 2025 241 വേക്കൻസി ഉണ്ട്. ഇതൊക്കെ റീഡ് ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നിങ്ങൾ ഇവിടെ കാണാം ജൂനിയർ കോർട്ട് അസിസ്റ്റൻറ്റ് ബെസ്റ്റ് ബുക്സ് നാട്ടിലെ കുറച്ച് ബുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാവുന്നതാണ്. നോക്കിയിട്ട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്തുന്നതിനൊക്കെ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ പ്രൈസിനുള്ള ബുക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ. അതോടൊപ്പം തന്നെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സാപ്പ് ലിങ്കാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പർ എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ ഈസി ടൂൾസിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഡൗട്ടൊക്കെ ചോദിക്കുക നിങ്ങൾ മാക്സിമം കമൻറ്റിൽ തന്നെ ചോദിക്കുക. നമുക്ക് വാട്സപ്പ് അധികവും എൻ്റെ അടുത്താവില്ല, നമ്മുടെ ഡാറ്റ എൻട്രി ടീമിൻ്റെ അടുത്തായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ചാൽ പ്രോപ്പറായിട്ട് ആൻസർ കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്യുക. പിന്നെ അതിൻ്റെ ആവശ്യമുള്ള ഡയറക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. പ്രോപ്പറായിട്ടാണ് നമ്മൾ ചെയ്യാറ്.
ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളടുത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് അത് ഓപ്പൺ ആക്കി കാണിക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ലോഗോസ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുന്ന് നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ മാനുവൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതിലിപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള അങ്ങനത്തെ സംഭവമാണ്. അതിൽ നിങ്ങൾക്ക് ഇത് അവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനി രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കൂടെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് മെയിലായിട്ടാണ് ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ നമ്മുടെ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നത് നമ്മുടെ മെയിൽ വഴിയാണ് കേട്ടോ. ആക്റ്റീവായുള്ള മെയിൽ ഐ ഡി ഒക്കെ നിങ്ങൾ കൊടുക്കണം. ടു രജിസ്റ്റർ എന്നുള്ളടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യാം. ടു രജിസ്റ്റർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താണ് രജിസ്റ്റർ ചെയ്യാനുള്ള, നമുക്ക് ഫോം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഇവിടെ വരും. നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഫോം ഇവിടെ വരും. ഓക്കെ, നമ്മൾ വീഡിയോ എന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ്. എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ക്ഷമിക്കണം. ഇനി ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ കാണാൻ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. മീൻസ് നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റ് ആണെന്നുള്ള ഇവിടെ സെലക്ട് ചെയ്യുക. നമുക്ക് ജൂനിയർ ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. ജൂനിയർ കോഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് കോഡ് ഓട്ടോമാറ്റിക് വരും. എന്നാൽ നിങ്ങളുടെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ, കൺഫേം മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. കൺഫേം ഇമെയിൽ ഐ ഡി. എന്നിട്ട് നമ്മൾ ജനറേറ്റ് OTP എന്ന് കൊടുത്തിട്ട് OTP ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് അഗ്രി ചെയ്ത് ക്യാപ്ച കോഡ് അടിച്ച് വെരിഫൈ ചെയ്യണം. ഇവിടെ വീണ്ടും കാണിക്കുക അതൊക്കെ ഓക്കെയാണ്. വെരിഫൈ ചെയ്താൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഗോ ടു ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾ ഗോ ടു ആപ്ലിക്കേഷനിൽ പോലെ നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഫോം ഫില്ല് ചെയ്യൽ നമ്മൾ എഡിറ്റിംഗ് ചെയ്യാതെ നടക്കില്ല. അപ്പോൾ അതിന് വേറെ തന്നെ വീഡിയോ നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ടീമിനായിട്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുത്താൽ മതി. ഇനി ഇത് ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ കൂടുതൽ കമൻറ്റ് ഉണ്ട് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ ഇതിൽ പ്രൊഡക്റ്റ് ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.